ഇന്ന് ഇവിടെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, അതായത് MGM അവതരിപ്പിക്കുന്ന ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമാണ് 4 ഇയർ ഡിഗ്രി കോഴ്സിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഇന്നിവിടെ നമുക്ക് ആ ഒരു ക്ലാസ്, ഓറിയൻറ്റേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ രാധിക നാഗ് ജി. മാഡം ശാസ്താംകോട്ട DB കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കെമിസ്ട്രി മെമ്പറാണ്. FIUGP കോർ കമ്മിറ്റി മെമ്പർ ആൻഡ് മാസ്റ്റർ ട്രെയിനർ എന്നീ നിലകളിൽ മാഡം പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഏറ്റവും ഉചിതമായ ഒരാളെ തന്നെയാണ് ഇന്നത്തെ കൗൺസിലിംഗ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിന് വേണ്ടി നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. മാഡത്തിനെ ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്നെല്ലാം തന്നെ. പക്ഷേ ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതുവരെയും അറിഞ്ഞ കാര്യങ്ങൾ ഉറപ്പിക്കാനും അഥവാ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അത് ഇല്ലാതാക്കാനും സാധിക്കും. നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോഗ്രാമിലേക്ക് തന്നെ കിടക്കാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും തന്നു കഴിഞ്ഞു, പ്രിൻ്റഡ് മാറ്റർ തന്നു കഴിഞ്ഞു. ഈ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടാമെന്ന് അത് നേടാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. താങ്ക് യു ടീച്ചർ. Very outset, I'm extremely happy to be here. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം MGM എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് MGM ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ആദ്യമേ പങ്കുവെക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ബട്ട് സ്റ്റിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ട്രെയിനേഴ്സിന് ട്രെയിനിങ് തന്നപ്പോൾ തന്നെ ആദ്യത്തെ 3-4 ക്ലാസ്സിൽ പോകുകയായിരുന്നു. ഒന്നും മനസ്സിലാവണുണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു വ്യവസ്ഥ ഇല്ലാത്തൊരു കാര്യം പോലെ തോന്നി. ഇവിടുന്ന് അവിടെ പോവാം, അവിടുന്ന് ഇവിടെ പോവാം, ഏത് വിഷയം വേണമെങ്കിലും എടുക്കാം. കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയത് ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നൊരു തോന്നലായിരുന്നു ആദ്യം മനസ്സിൽ വന്നത്. പക്ഷേ ഒത്തിരി തവണ കേട്ട് വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് അതിനൊരു ക്ലാരിറ്റി, ഒരു പരിധി വരെയെങ്കിലും ഒരു 80%, അത്രയും ഞാൻ പറയുന്നുള്ളൂ, 80% ക്ലാരിറ്റി എങ്കിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാം. കാരണം വിദേശ സർവകലാശാലകളിൽ ഒരുപാട് സ്വാതന്ത്ര്യമാണ് കുട്ടികൾക്ക്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ മാറ്റാം, നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇവിടുന്ന് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് എന്നൊക്കെയുള്ള ആശങ്ക വളരെ മുമ്പേ, അതായത് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതിന് ഒത്തിരി മുമ്പ് തന്നെ സർവകലാശാലകൾ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാം, നമുക്കിപ്പോൾ ഒരു പുതിയ ആഴ്ചപ്പണിയുണ്ട്. ഇതുവരെ നമ്മൾ ഓരോ വർഷവും സിലബസ് മാറ്റും, റിവൈസ് ചെയ്യും, 3 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു വീടിൻ്റെ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലേ ഉള്ളൂ. ജനൽ മാറ്റുന്നു, കതക് മാറ്റുന്നു, ഒരു മുറി കൂടെ പണിയുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, കംപ്ലീറ്റ് പൊളിച്ചിട്ട് പുതിയൊരു സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വരാനുള്ള കാരണം ടു മേക്ക് കേരള എന്താ പറയുക നോളജ് ഹബ്ബ്, ഒരു നോളജ് ഹബ്ബാക്കി മാറ്റാൻ, പീപ്പിൾ സെൻറ്റേർഡ് നോളജ് സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ആൻഡ് ദിസ് ഇസ് എ സ്റ്റുഡൻറ് സെൻട്രിക് അപ്രോച്ച്. അപ്പം ഇതുവരെ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതുവരെ സിസ്റ്റം സെൻട്രിക് അപ്രോച്ച് ആയിരുന്നു. സിസ്റ്റം സെൻട്രിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട്ലി ടീച്ചർ സെൻട്രിക് അപ്രോച്ച് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളാണ് ആ സിസ്റ്റം ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇരുന്നിട്ട് ഈ കുട്ടി ഈ പേപ്പർ, ഫിസിക്സ് എടുക്കുന്ന കുട്ടി ഇന്ന പേപ്പറാണ് മേജറായിട്ട് പഠിക്കേണ്ടത്, അവൻ നിർബന്ധമായിട്ടും കെമിസ്ട്രി ഇന്ന പേപ്പർ കെമിസ്ട്രി പഠിക്കണം, സബ്സിഡറി ആയിട്ട് മറ്റൊരു പേപ്പർ മാത്തമെറ്റിക്സ് പഠിക്കണം എന്ന് നിശ്ചയിച്ച് വയ്ക്കുന്നത് നമ്മളാണ്. ഇനി അങ്ങനെയല്ല. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്ന, ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മൾ താലി മീൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു നിശ്ചിതമായ സാധനങ്ങളുണ്ട്, അതേ കൊണ്ടുവരുള്ളൂ. ഇനി അതല്ല ബിരിയാണിയാണ് ചോദിക്കണമെങ്കിൽ ബിരിയാണിയും സലാഡും പിക്കിളും പപ്പടവുമാണ് കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും ഫിക്സഡ് ആണ്. ഇതുവരെ അങ്ങനെയായിരുന്നു. ഇനി അങ്ങനെയല്ല. നമ്മളൊരു ബുഫേയിൽ പോകുന്ന പോലെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുക. നമ്മൾ സാധനങ്ങൾ പരമാവധി ഐറ്റംസ് വിളമ്പി വയ്ക്കുക. കുട്ടി പ്ലേറ്റുമായി വരുന്നു, കുട്ടിക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ. ദർ ഇസ് നോ റൂൾസ്. അതായത് ആദ്യം സൂപ്പ് എടുക്കണമെന്നും അവസാനം ഐസ്ക്രീം എടുക്കണമെന്നില്ല. ഐസ്ക്രീമിനൊപ്പം മത്തിക്കറി കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അവനെന്താണോ ഇഷ്ടം ആ പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അവന് അലൗഡ് ആണ്. അപ്പം അത്രയും ഫ്രീഡമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ദിസ് ഇസ് സ്ട്രിക്ട്ലി എ സ്റ്റുഡൻറ് സെൻട്രിക് അപ്രോച്ചാണ്. സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ഇനി 3ാമത്തെ ബുള്ളറ്റിൽ കൊടുത്തേക്കണം, നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സംഭവമാണ് ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത സിസ്റ്റത്തിൻ്റെ പേരെന്തായിരുന്നു? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം. 2011 ഇയർലി ആനുവൽ സ്കീം മാറ്റി CBCSS ആക്കിയപ്പോൾ ഒരുപാട് പേര് എതിർക്കാനുണ്ടായിരുന്നു. പക്ഷേ വലിയ കാതലായ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. 1 വർഷം പഠിച്ചുകൊണ്ടിരുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 6 മാസത്തെ ഒരു പകുതി പോർഷൻ ഒരു പരീക്ഷ നടത്തി.
പിന്നെ ഇൻറ്റേർണലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ ഉള്ളൂ, വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാം. പക്ഷേ ഇതങ്ങനെയല്ല. ക്രെഡിറ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ബോധവല്ല. നമ്മൾ അവറാണ്, നമ്മുടെ വർക്ക് ലോഡ് 16 അവർ അങ്ങനെയൊക്കെയാണ് പറയാം. ഒരു പോർഷൻ പഠിപ്പിക്കാൻ എത്ര മണിക്കൂർ വേണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺസെപ്റ്റ്. പക്ഷേ ഇനി അത് പോരാ, നമ്മൾ ക്രെഡിറ്റ് എന്നുള്ള കൺസെപ്റ്റിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം, അത് നേരത്തെ ഫോളോ ചെയ്ത പോലെ തന്നെ സെമിസ്റ്റർ സിസ്റ്റം. നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിൾ ലേണിംഗ് പാത്വേ ആണ്, കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു ആകർഷണീയത, ഇതുവരെ നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടി +2 ഹ്യൂമാനിറ്റീസ്, ഇപ്പോൾ ഇവിടെ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചറുടെ 20 സ്ട്രീം ഉണ്ടെന്ന് പറഞ്ഞു. MGM സ്കൂളിൽ 20 സ്ട്രീം +2 കോഴ്സസ് ഉണ്ട്. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടി ഒബ്വിയസ്ലി ഏതിലായിരിക്കും? ഹ്യൂമാനിറ്റീസ് ആയിരിക്കും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നത്. സയൻസ് പഠിച്ച കുട്ടി സയൻസിലായിരിക്കും. അങ്ങനെയായിരുന്നു ഇതുവരെ. പക്ഷേ ഇവിടെ അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള പോവാം എന്ന് പറയുമ്പോൾ കോമേഴ്സ് പഠിച്ച കുട്ടിക്ക് വേണമെങ്കിൽ ഫിസിക്സ് BScക്ക് ചേരാം. പക്ഷേ എങ്കിൽ പോലും അത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിലവിലെ അഡ്മിഷൻ എന്തായിരുന്നു? ഇൻഡെക്സ് മാർക്ക് സിസ്റ്റം ആയിരുന്നു. ഇപ്പോഴും ഇൻഡെക്സ് മാർക്ക് സിസ്റ്റമാണ്. ഇത് നടത്തണമെങ്കിൽ ഒരു എൻട്രൻസ് വെക്കണം. എൻട്രൻസ് വെച്ചിട്ട് ആ എൻട്രൻസിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് കുട്ടിക്ക് ഫിസിക്സിൽ താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് കുട്ടിക്ക് കൊടുക്കാം. പക്ഷേ അതിപ്പോൾ എന്തായാലും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെതായ ഒരുപാട് പാകപ്പിഴകളും പ്രശ്നങ്ങളും ഉണ്ട്. അത് പതുക്കെ പരിഹരിച്ച് പോകത്തേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ ഈ 5ാമത് കൊടുത്തേക്കുന്ന ബുള്ളറ്റിൻ ഫസ്റ്റ് ഇയർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുട്ടിയുടെ ഫിസിക്സിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഫിസിക്സിൽ കിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മേജർ മാറാനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുട്ടിക്ക് മാറാനായിട്ട് പറ്റും. പിന്നെ എക്സാമിനേഷൻ സിസ്റ്റം ഇതുവരെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്നത് 3 മണിക്കൂർ. എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ടീച്ചേഴ്സിനെ ആ 3 മണിക്കൂറിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ആ ബുദ്ധിമുട്ടുകൾ എന്തായാലും കുറയ്ക്കാണ്. നമുക്ക് അത് മാക്സിമം 2 hours, 1 to 2 hours എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്.